അതുകൊണ്ട് രാഹുലിനെ ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടി വരും. ഇത് മൂന്നാമത്തെ ക്യാരക്ടറിക്കാണ്. ഒരു ഡിപ്ലോമാറ്റ് അല്ലേ, ഷാർപ്പാണ്, പറയാനുള്ള കാര്യങ്ങൾ ഷാർപ്പായിട്ട് പറയും. ഈസി വാക്കോറായിട്ട് ആരും കാണരുതെന്നാണ് എൻ്റെ അഭിപ്രായം. പാലക്കാട്ടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 18,000-ൽ പരം വോട്ടിന്റെ മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച രാഹുൽ മാങ്കൂട്ടം, ആ വിജയം കോൺഗ്രസിന് നൽകിയ കരുത്ത് ചെറുതല്ല. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ ടീം വർക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയായി തന്നെ കാണണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാലക്കാട് പോലെ BJPക്ക് അത്രമേൽ സ്വാധീനമുള്ള ഒരു ജില്ലയിലെ ഒരു നിയമസഭാ മണ്ഡലത്തിലെ വിജയം. 18,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം എന്നത് പാലക്കാട് നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായി തന്നെ കണക്കാക്കുവാൻ കഴിയുന്നതാണ് എന്നതാണ് വസ്തുത. പാലക്കാട് രാഷ്ട്രീയപരമായി കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സമ്മർദ്ദമുണ്ടായിരുന്ന ഒരു മണ്ഡലമായിരുന്നു. ആ മണ്ഡലത്തിൽ പാലക്കാട് BJPയുടെ നഗരസഭയിൽ പോലും കടന്നുകയറ്റം നടത്തിയ രാഹുൽ മാങ്കൂട്ടം ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തു. സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാവുമായ AK ആന്റണിയെ കാണുകയുണ്ടായി. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. നമ്മൾ അന്ന് പറഞ്ഞത് ശരിയായില്ലേ? ഞാൻ രാഹുൽ വന്നപ്പോൾ പറഞ്ഞു, അല്ല, ഇലക്ഷന് മുമ്പ് രാഹുലിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കാര്യമായിട്ട് വോട്ട് കൂടും, BJPയുടെ വോട്ട് കുത്തനെ താഴെപ്പോഴും, ഇലക്ഷൻ കഴിഞ്ഞ് കാണാം, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും, നിങ്ങൾക്ക് സംശയം തന്നെ കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് ശരിയായി. പക്ഷേ എന്നെ തോപ്പിച്ച് കളഞ്ഞു വരി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കാര്യമായി വോട്ടുണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ 4 ഇരട്ടി വോട്ടുണ്ടായി. അത് ഞാൻ പാലക്കാട് നേരത്തെ അഭിനന്ദിക്കുകയാണ്. ചരിത്ര വിജയമാണ്, ചരിത്ര വിജയമാണ്. പക്ഷേ ഈ വിജയം രാഹുലിൻ്റെയും ഷാഫിയുടെയും സീഗട്ടിൻ്റെയും ഉത്തരവാദിത്തം കൂടുകയാണ്. കാരണം ഒരു വർഷത്തിനുള്ളിൽ ലോക്കൽ ബോഡി ഇലക്ഷൻ വരും. അത് നേരിടക്കണം. 1.5 വർഷം കഴിഞ്ഞാൽ അസംബ്ലി ഇലക്ഷൻ വരും. അതുകൊണ്ട് രാഹുലിനെ ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടി വരും. പാലക്കാട് ജനങ്ങൾക്കൊപ്പം ഉണ്ടാകണം. ജനങ്ങൾക്കൊപ്പം, പാർട്ടിക്കാർക്കൊപ്പം മാത്രമല്ല. ഇലക്ഷൻ കഴിഞ്ഞു, ഇനി പാലക്കാട്ടെ എല്ലാ വോട്ടർമാർക്കൊപ്പം ഉണ്ടാകണം. അതോടുകൂടി അസംബ്ലിക്കാരെയോട് ശ്രദ്ധിക്കണം. യൂത്ത് കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോയി വേണം. ഇതെല്ലാം വിജയകരമായി നടപ്പാക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥം ആശംസിക്കുന്നു. രാഹുലിനെയും ഷാഫിയെയും സീഗട്ടിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. അവിടെ പാട്ടുപാടി കുറേ കൂടുതൽ വോട്ട് കിട്ടിയ അതിന് ശ്രമിച്ച കൃഷ്ണനാഥയും അഭിനയിക്കുന്നു. എന്തോ നമ്മുടെ ചാമക്കാല, പുതുപ്പള്ളി, അതുപോലെ തന്നെ തൃക്കാക്കര, ഇത് മൂന്നാമത്തെ ക്യാരക്ടറിക്കാണ്. ചാമക്കാല ഒരു ഡിപ്ലോമാറ്റ് അല്ലേ, ഷാർപ്പാണ്, പറയാനുള്ള കാര്യങ്ങൾ ഷാർപ്പായിട്ട് പറയും. 3 ഇലക്ഷൻ്റെയും അതിൻ്റെ ക്രമീകരണം ചിട്ടയായിട്ട് അപ്രിയ കാര്യങ്ങൾ അപ്രിയമായിട്ട് പറഞ്ഞുകൊണ്ട് ജീവിച്ചിട്ടുണ്ട്. ഇവരുടെ എല്ലാ കൂട്ടായ്മ കേരളത്തിൽ UDF തിരിച്ചുവരവ്, കോൺഗ്രസ് ഒരു മുഖ്യമന്ത്രി ഉണ്ടാക്കാൻ ഉള്ള ഇനി അങ്ങോട്ടുള്ള നീക്കങ്ങൾ ശക്തിപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാ ആശംസകളും. അസംബ്ലിയിൽ കോൺഗ്രസിലെ യുവശബ്ദത്തിൻ്റെ അത് കുറച്ചുകൂടെ ശക്തിയായി ഉയർത്തുവാൻ രാഹുലിൻ്റെ കൂടി വരവോടുകൂടി കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷ. അങ്ങനെ ഞാൻ എളുപ്പത്തിൽ പറയുന്നില്ല. വരാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷൻ കടുത്ത മത്സരമായിരിക്കും എൻ്റെ പ്രതീക്ഷ. ആ ലോക്കൽ ബോഡി ഇലക്ഷനെ നേരിടാനുള്ള തയ്യാറെടുപ്പ് കോൺഗ്രസും UDF ആരംഭിക്കണം. അത് ഈസി വാക്കോറായിട്ട് ആരും കാണരുതെന്നാണ് എൻ്റെ അഭിപ്രായം. പാലക്കാട്ടെ വിജയം താൻ നേരത്തെ പ്രവചിച്ചതായിരുന്നുവെന്നും അന്ന് മാധ്യമങ്ങളോട് താൻ എല്ലാം കൃത്യമായി പറഞ്ഞിരുന്നുവെന്നും AK ആന്റണി പറയുന്നു. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ഒരു ടീം വർക്കിന്റെ വിജയം തന്നെയാണ്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിനും ഷാഫി പറമ്പിലിനും VK ശ്രീകണ്ഠനും ഒടുവിൽ പാടി വിജയിപ്പിച്ച PC വിഷ്ണുനാഥനടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക് വലിയ പങ്കുണ്ടെന്ന് AK ആന്റണി പറയുന്നു.
കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ അനിൽ ആന്റണി കോൺഗ്രസിനുണ്ടാക്കിയ ക്ഷീണത്തിന്റെ സമയത്ത് തന്റെ നിലപാട് കൃത്യമായി പറഞ്ഞ കോൺഗ്രസ് നേതാവാണ് AK ആന്റണി. കോൺഗ്രസിന്റെ ഏറ്റവും കരുത്താർന്ന മുഖം, നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് തനിക്ക് ഏറ്റവും വലുത് എന്ന് കൃത്യമായി അടിവരയിട്ട് പറഞ്ഞ രാഷ്ട്രീയ നേതാവ്, മക്കളെക്കാൾ കൂടുതൽ ഒരുപക്ഷെ പാർട്ടിയെ സ്നേഹിച്ച കോൺഗ്രസ് നേതാവ്. ആ AK ആന്റണി എന്ന നേതാവിനെ രാഹുൽ മാങ്കൂട്ടം സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടുമുമ്പ് കാണുവാൻ ചെല്ലുമ്പോൾ അദ്ദേഹം വളരെ ആർജവത്തോടു കൂടിയാണ് മാധ്യമങ്ങളോട് പ്രതികരണം നൽകുന്നത്. പാലക്കാട് കോൺഗ്രസ് വിജയിക്കൂ, പാലക്കാടിന്റെ ഹൃദയം കോൺഗ്രസിനനുസരിച്ചുള്ളതാണ് എന്ന് അദ്ദേഹം പറയുന്നതിനോടൊപ്പം പറയുന്നത് ഇനിയും ഒരുപാട് പണികൾ ചെയ്തു തീർക്കുവാനുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനും ഷാഫി പറമ്പലിനും VK ശ്രീകണ്ഠനും ഒക്കെ. കാരണം ഇനി അങ്ങോട്ട് ഓവർ ടൈം ജോലി ചെയ്യേണ്ട സ്ഥിതി ഉണ്ട്. വരാൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. പാലക്കാട്ടെ വിജയം കേവലം ഒരു വിജയം മാത്രമല്ല എന്നും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൂടി മിന്നുന്ന വിജയം കോൺഗ്രസ് കാഴ്ചവെക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി കോൺഗ്രസിന് വിജയിക്കുവാൻ സാധിക്കുമെന്നും കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രിയെ 10 വർഷത്തിന് ശേഷം കേരള നിയമസഭയിലേക്ക് കൊണ്ടുവരണമെന്നും ആവശ്യപ്പെടുകയാണ് AK ആന്റണി. അതിനെ അക്ഷരം പ്രതി അനുസരിക്കേണ്ട ഉത്തരവാദിത്വം രാഹുൽ മാങ്കൂട്ടത്തിനും ഷാഫി പറമ്പലിനും മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാർക്കും പ്രവർത്തകർക്കുമുണ്ട്. AK ആന്റണിയെ പോലെ ഒരു മുതിർന്ന നേതാവ് സ്വന്തം മക്കൾ പോലും BJPയുടെ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ച സാഹചര്യത്തിൽ കോൺഗ്രസിനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്ന മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണി. ആ AK ആന്റണിയുടെ വാക്കുകൾക്ക് പ്രാധാന്യം ഏറെയുണ്ട്. നിസ്സാരമായി കാണരുത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ എന്നുകൂടി അദ്ദേഹം പറയുമ്പോൾ എന്തായിരിക്കും ഇനി കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുവാൻ പോകുന്ന പുതിയ മാറ്റങ്ങൾ, എന്തൊക്കെയായിരിക്കും ആ പോരാട്ടങ്ങൾ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒന്നാണ്.